ഹലോ ഗൈസ്, മെറ്റ ആഡ്സ് ത്രൂ റീൽസിന്റെ ആറാമത്തെ വീഡിയോ ആണിത്. ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഇഫ് യു ആർ ന്യൂ ടു ദ സീരീസ്, ജസ്റ്റ് ഗോ ബാക്ക് ടു ദ ലാസ്റ്റ് വീഡിയോ, ദെൻ കം ബാക്ക് ഹിയർ. നമ്മൾ ആഡ് സെറ്റിന്റെ സ്ക്രീനിലെത്തി. ഓക്കെ, നമ്മളിപ്പോൾ ആഡ് സെറ്റിന്റെ സ്ക്രീനിലെത്തി. അപ്പം ആഡ് സെറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ സെലക്ട് ചെയ്യാനാണ്. അപ്പം ഞാൻ ഈ ഒരു ആഡ് സെറ്റിൽ ഞാൻ കർണാടകയിലുള്ള ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കർണാടക ഹയറിംഗ്. ഓക്കെ, കർണാടകയിലുള്ള ആളുകൾക്കാണ് എനിക്ക് ഈ ഫസ്റ്റ് ആഡ് സെറ്റ് പോകേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ കർണാടക എന്നുള്ളത് കൊടുത്തു. നെക്സ്റ്റ് ഇൻസ്റ്റന്റ് ഫോം ആണോ വാട്സ്ആപ്പ് ആണോ എന്നുള്ളത് കൊടുക്കുക. എനിക്ക് വാട്സ്ആപ്പ് ആണ് വേണ്ടത്. ഞാൻ വാട്സ്ആപ്പ് സെലക്ട് ചെയ്തു. എന്താ വെച്ചാൽ ഈ ലീഡ് എവിടത്തേക്കാണ് വരേണ്ടത്, അവർ ആഡ് ക്ലിക്ക് ചെയ്ത് എങ്ങോട്ടേക്കാണ് പോകുന്നതാണ് ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ വാട്സ്ആപ്പ് കൊടുത്തു. പിന്നെ ഇവിടെ താഴെ വന്നാൽ ഏത് പേജിൽ നിന്നാണ് നിങ്ങൾക്ക് ആഡ് പോകുന്നത്, അത് ഓട്ടോമാറ്റിക് നിങ്ങളുടെ പേജ് അവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. അവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സാധനമാണ് കണക്ട് അക്കൗണ്ട് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സ്ആപ്പ് അവിടെ കണക്ട് ചെയ്യണം. നമ്മളത് ബിസിനസ് മാനേജറിന് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെയ്യാം, കണക്ട് അക്കൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പോപ്പ് വരും. നിങ്ങളുടെ കൺട്രി കോഡ് കൊടുക്കുക. 91 ആണ്, എൻ്റെ ഇന്ത്യയിലുള്ളതുകൊണ്ട് 91 ആണ്. എൻ്റെ നമ്പർ അവിടെ കൊടുക്കുക. എൻ്റെ നമ്പർ കൊടുത്ത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ OTP എൻ്റെ നമ്പറിലേക്ക് വരും. ആ OTP അടിച്ചുകൊടുത്ത് കൺഫേം ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ വാട്സപ്പിലേക്ക് കണക്ട് ആയി. കണക്ട് മീൻസ് നമ്മുടെ ആഡ് ആരെങ്കിലും കണ്ട് ആഡ് അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടത്തേക്ക് വരും, നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിലേക്ക് വരും. അതിനാണ് വാട്സപ്പ് കണക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വാട്സപ്പ് മാത്രമല്ല വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ വാട്സപ്പിലേക്ക് വേണ്ടോണ്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് വെബ്സൈറ്റിലേക്ക് വിടാം, മെസ്സഞ്ചറിലേക്ക് വിടാം, ഇൻസ്റ്റാഗ്രാമിലേക്ക് വിടാം, കോൾ ചെയ്യാം, ആപ്പിലേക്ക് വിടാം, എവിടെ വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് വാട്സപ്പ് സെലക്ട് ചെയ്തോണ്ടാണ് വാട്സപ്പിലേക്ക് വിടുന്നത്. അത് ഈ കൺവേർഷൻ സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാല്ല, ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. ഇവിടെയാണ് ഡെയിലി ബഡ്ജറ്റ് ആഡ്സ്. എനിക്കിപ്പോൾ കർണാടകയിലുള്ള ആരെങ്കിലും എനിക്കൊരു 500 രൂപയാണ് എൻ്റെ ഒരു ആഡ്സ്. 500 കൊടുക്കാം. എന്തായാലും ലൈവാക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ 5000 തന്നെ കൊടുക്കാം. 5000 രൂപയാണ് എൻ്റെ ബഡ്ജറ്റ്, ഡെയിലി ബഡ്ജറ്റ്. 50,000 ആയിരുന്നു, ഏതായാലും കുഴപ്പമില്ല. ജസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് കൊടുക്കാം. എൻഡ് ഡേറ്റ് പൊതുവെ കൊടുക്കണമെന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഓഫറാണ്, ഇപ്പോൾ നാളത്തെ ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉദ്ഘാടനമുള്ള കടയാണ്, ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഉദ്ഘാടനമുള്ളതാണ്, ഞായറാഴ്ച വരെ റൺ ചെയ്യുന്ന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു എൻഡ് ഡേറ്റ് അവിടെ കൊടുക്കാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ ഇവിടെയാണ് ഓഡിയൻസ് എന്നുള്ള സെക്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ലൊക്കേഷൻ ഉണ്ട്, ഏജ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ലൊക്കേഷൻ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കർണാടക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഇവിടെ ഓൾറെഡി ഇന്ത്യ എന്ന് കാണുന്നത്, അത് മാറ്റി ഞാൻ കർണാടക എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ കർണാടക ഇന്ത്യ എന്ന് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ചെയ്തു, കർണാടകയിൽ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കർണാടക എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കർണാടകയിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്ഥലം മാത്രം, ബാംഗ്ലൂർ മാത്രം മതി, അങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ വരുന്നത് മിനിമം ഏതാണ് ഏജ് വേണം. മിനിമം 18 എന്തായാലും ഫേസ്ബുക്കിന് കൊടുക്കണം. 18 എന്തായാലും സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് കർണാടകയിൽ കന്നഡ ആയിരിക്കും കൂടുതലുണ്ടാവുക. കന്നഡ, പക്ഷേ അതും പിന്നെ അതേപോലെ ഇംഗ്ലീഷും ഉണ്ടാവും. അപ്പോൾ 2 ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇതിന്റെ ഓപ്ഷൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഓഡിയൻസ് ടാർഗറ്റിൽ ഓഡിയൻസ് ആരാണ് നിങ്ങളുടെ ഓഡിയൻസ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന സ്ഥലത്തുള്ള ഇത്ര മിനിമം ഏജ് ഉള്ള ഇന്ന ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആളാണ് എൻ്റെ ഓഡിയൻസ്. അത് നിങ്ങൾ ആദ്യം കണ്ട് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇത് പ്ലേസ്മെന്റ് ആണ്. ഇത് എവിടെയൊക്കെ കാണിക്കണം എന്നുള്ളതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ് ഓഡിയൻസ്. നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഹൈഡ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഇതൊക്കെ വായിച്ച് നോക്കാം, കൊടുക്കാം. ഞാൻ സ്പീഡ് പറഞ്ഞു, ടൈമിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ബാക്കിയൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഓഡിയൻസ് ആണ് ഡിഫൈൻ ചെയ്യേണ്ടത്, കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അടുത്ത സ്ക്രീനിൽ നമുക്ക് ആഡ് ആണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ കാണാം ആഡ് സെലക്ട് ആയിരുന്നു. അപ്പോൾ കർണാടക ആഡ് ഞാൻ ജസ്റ്റ് എനിക്ക് മനസ്സിലാൻ വേണ്ടി ഒരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. സോ എങ്ങനെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ കസ്റ്റമർ കാണുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററിന്റെ ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ബൈ.